തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ആദ്യഘട്ടം നേരത്തെ തീർക്കാൻ കഴിയുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ എത്തൻ യു കേൾക്കർ 24നോട്. എന്യൂമറേഷൻ ഫോമിലൂടെയുള്ള വിവരശേഖരണം ഈ മാസം 25-ന് പൂർത്തിയാക്കാനാണ് താൽപ്പര്യമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. കേരളം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് മൂഡിലാണ്. പക്ഷേ ഒരു ഭാഗത്ത് SIR നടക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനങ്ങളിൽ SIRനെ എങ്ങനെ ബാധിക്കുമെന്നുള്ള ഒരു ആശങ്കയെല്ലാം ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേറ്റുകൾക്ക് നമുക്ക് ചീഫ് ഇലക്ടറൽ ഓഫീസർ ചേരുന്നുണ്ട്. നമ്മളെ SIRനെ ഏതെങ്കിലും ഘട്ടത്തിൽ ഇത് ബാധിച്ചിട്ടുണ്ടോ? എങ്ങനെയുണ്ട് ഒരു 8 ദിവസം കഴിയുമ്പോഴുള്ള ഒരു ഗ്രോത്ത്? നമുക്ക് വളരെ കൃത്യമായിട്ട് തന്നെ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ പ്ലാൻ അനുസരിച്ചിട്ട് തന്നെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. നമ്മുടെ ബൂത്ത് ലെവൽ ഓഫീസേഴ്സ് എല്ലാം വളരെ കൃത്യമായിട്ട് തന്നെ ഫോം വിതരണം, അതുപോലെ തന്നെ ജനങ്ങളുടെ ഇടയിലെ SIRയെ കുറിച്ച് ഒരു അറിവ് തരാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ചില സാങ്കേതിക പ്രശ്നങ്ങൾ പല ഘട്ടങ്ങളിൽ പറഞ്ഞിരുന്നു. ഒന്ന്, ഈ ആപ്പിലേക്ക് ലോഗിൻ ചെയ്യുമ്പോൾ ചില സ്ഥലങ്ങളിലെ പ്രശ്നം, ഈ ഇൻ്റർനെറ്റ് കിട്ടാത്തത്, പിന്നെ അങ്ങനെ കുറച്ച് സാങ്കേതിക പ്രശ്നങ്ങൾ ഒരു ഭാഗത്ത് പറയുന്നുണ്ടായിരുന്നു. അത്തരം ഏതെങ്കിലും പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടോ? എന്തെങ്കിലും പരിഹരിക്കാനായോ? നമുക്കിപ്പോൾ ആപ്പ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഓൺലൈൻ നെറ്റ്വർക്കുള്ള സമയത്ത് വേണമെങ്കിൽ ചെയ്യാം. അല്ലാത്ത പക്ഷം ഓഫ്ലൈനായിട്ട് ചെയ്തിട്ട് പിന്നെ അവർ നെറ്റ്വർക്ക് കിട്ടുന്ന സമയത്ത് അത് നമുക്ക് അപ്ലോഡ് ചെയ്യുന്നതേ ഉള്ളൂ. അങ്ങനെ ഒരു പ്രത്യേകമായിട്ടുള്ള പരാതിയായിട്ട് നമ്മുടെ ശ്രദ്ധയിൽ ഒന്നും വന്നിട്ടില്ല. വീടുകളിൽ ഒന്നിലധികം തവണ ആളുകൾ BLOമാർ പോകേണ്ടി വരുന്നു. അവരുടെ ഒരു വർക്ക് ലോഡ് വലിയ കൂടുതലാണ് എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടിയാണല്ലോ. അപ്പോൾ അത് പക്ഷെ അവരങ്ങനെ പോസിറ്റീവായിട്ട് എടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതിൽ വളരെ നല്ല വിധത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ നമുക്ക് തോന്നുന്നു നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു ടാർഗറ്റ് കേരളത്തിൽ നമുക്ക് മൊത്തം എന്യൂമറേഷൻ ഫേസ് ഡിസംബർ 4-ാം തീയതി ആണെങ്കിലും നമുക്ക് നവംബർ 25-നകം തന്നെ പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് നമ്മുടെ ഒരു വിശ്വാസം. നമ്മൾ ഓൺലൈൻ ഫോം അത്തരം നടപടിക്രമങ്ങൾ ആദ്യഘട്ടത്തിൽ കുറച്ച് വൈകിയായിരുന്നല്ലോ. അതെല്ലാം കുറച്ചുകൂടി പ്രത്യേകിച്ച് വിദേശത്തിരിക്കുന്നവരെല്ലാം അത് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ടോ? അതെ, ഇപ്പോൾ അവർ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൽ നമ്മൾ വിദേശത്തിൻ്റെ നമ്മുടെ ഓവർസീസ് എലക്ടേഴ്സിന് അതെല്ലാം അങ്ങനെയുള്ള ഒരു ബോധവൽക്കരണം കൂടി നടത്തിയിട്ടുണ്ട്. സോ ഇപ്പോൾ ആൾക്കാർ യൂസ് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ. നമ്മുടെ മറ്റൊരു പ്രശ്നം ഈ ഉദ്യോഗസ്ഥരുടെ അവൈലബിലിറ്റി ആയിരുന്നു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു, അവിടെ ഡ്യൂട്ടി ഉണ്ടാവുന്നവരെ വിടുതൽ ചെയ്യണം. അപ്പം നമ്മൾ ഈ പറഞ്ഞ BLOമാർ നമ്മൾ ടാർഗറ്റ് ആദ്യം ഉണ്ടായിരുന്നു 25,000-ഓളമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം പുതിയ പകരം വിടുതൽ ചെയ്ത് പുതിയ ആളുകളെ നിയോഗിച്ചോ? കൂടുതൽ ആളുകളെ എങ്ങനെയാണ് അതിൻ്റെ ഒരു നടപടിക്രമം? അവർ നമുക്ക് ഉറപ്പ് തന്നിട്ടുള്ളത് നമുക്ക് 16 ഇല്ല മാക്സിമം 17-നുള്ളിൽ നമുക്ക് 100% എന്യൂമറേഷൻ ഫോം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ 25-നകം നമുക്ക് തിരിച്ച് വാങ്ങാൻ കൂടി സാധിക്കും. അങ്ങനെയുള്ളൊരു ഫ്ലെക്സിബിലിറ്റി നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ പെർഫോമൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിലുള്ള ജനങ്ങളുടെ ഒരു ആശങ്കയെല്ലാം മാറി തുടങ്ങി. എങ്ങനെയാണ് ഫീൽഡിൽ നിന്ന് കിട്ടുന്ന റെസ്പോൺസ്? എനിക്ക് തോന്നുന്നു ജനങ്ങളുടെ കുറച്ച് ചോദ്യങ്ങളുണ്ടായിരുന്നു, സംശയങ്ങളുണ്ടായിരുന്നു. അതിൽ നമ്മൾ വളരെ കൃത്യമായിട്ട് തന്നെ നമുക്കത് അതിനുള്ള ഒരു ഉത്തരവ് കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ സ്ട്രാറ്റജി വളരെ ക്ലിയറാണ്, നമ്മുടെ നിർദ്ദേശങ്ങൾ വളരെ ക്ലിയറാണ്. 2 കാര്യങ്ങൾ കൃത്യമായിട്ട് നടക്കണം. SIR നടക്കണം, ലോക്കൽ ബോഡി ഇലക്ഷൻസ് കൃത്യമായിട്ട് നടക്കണം. അങ്ങനെ തന്നെയാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. വ്യക്തമാണ്. എന്തായാലും ഒരു നിശ്ചിത ദിവസം കൊണ്ട് തന്നെ വലിയൊരു അച്ചീവിലേക്ക് എത്താൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ പോസിറ്റീവാണ് അല്ലേ? എന്തായാലും എല്ലാവിധ ആശംസകളും. എന്തായാലും 8 ദിവസം കഴിയുമ്പോൾ തന്നെ 1 കോടിക്ക് മുകളിൽ എന്യൂമറേഷൻ ഫോം വിതരണം ചെയ്യാൻ കഴിഞ്ഞു. എന്തായാലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ ഒരു ഭാഗത്ത് തുടരുമ്പോൾ അത് ബാധിക്കാതെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നാണ് ചീഫ് ഇലക്ടറൽ ഓഫീസർ പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.